എപ്പോഴും ഇവന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് പറഞ്ഞാൽ പോരാട്ടം, എന്തുണ്ടെങ്കിലും പോരാട്ടം, ഭക്ഷണം കഴിക്കുമ്പോഴും പോരാട്ടമാണ് അവന്മാർക്ക്. പോരാട്ടം 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 തന്നെ. മറ്റേ ലവന്മാർക്ക് അങ്ങനെയല്ല. മറ്റേവന്മാർക്ക് പോരാട്ടം പോലെ, യവന്മാർക്കൊരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം വേണം. യവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്ക്, പാലസ്തീൻ, സിറിയ, യമൻ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കി നോക്കുക. അവിടെ ഒരു ഭരണത്തെ അട്ടിമറിക്കണമെങ്കിൽ ജനങ്ങളൊക്കെ ബെൽറ്റ് ബോംബും കെട്ടി താറെടുത്ത് നേരെ റോഡിലോട്ട് ഇറങ്ങും. എന്നിട്ട് സമരം ചെയ്യും. സമരം ചെയ്യുമ്പോൾ എന്താണ്, അവിടെയുള്ള സർക്കാരൊക്കെ ഇറങ്ങി ഓടും. ആ കൂടും കുടിക്കൊക്കെ എടുത്തുകൊണ്ട് അവന്മാർ ഭരണാധികാരിയൊക്കെ എടുത്തുകൊണ്ട് നേരെ സ്വർണ്ണോ വെള്ളിയോ കൈ കിട്ടണം എന്തെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വല്ല റഷ്യയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ ഒക്കെ പോയി അവിടെ താമസമാക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ യുവന്മാർക്ക് എപ്പോഴും ഒരു കലാപാന്തരീക്ഷത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് യുവന്മാർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു നിമ്മതി കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാർ തെരുവിലിറങ്ങണം, ഞമ്മൻ്റെ രാജ്യം പറഞ്ഞ്, ഇതൊക്കെയാണ് യുവന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എടാ നീയൊക്കെ ചന്തിയിൽ പാളയം കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഈ ജന്മത്തത് നടക്കാൻ പോകുന്നില്ല എന്ന് നീ എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെ ഇപ്പം വരും രാജ്യം എന്ന് പറഞ്ഞ് മൂക്കി പല്ലി വന്ന് നരച്ച് കൊഴിച്ച് കുഴിയിലോട്ട് പോകത്തേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കാലത്തെ റെയിൽവേ വികസനം ഇത് വെറുതെ പറഞ്ഞാൽ പറ്റില്ല. UPA കാലത്തോട് തട്ടിച്ച് പറയണം, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്തോന്നു റെയിൽവേ നരേന്ദ്രമോദി 40,000 കിലോമീറ്റർ റെയിൽവേ പണിതു എന്നൊക്കെ പറയുമ്പോൾ നമ്മളപ്പുറത്ത് UPA കാലത്ത് 150 കിലോമീറ്റർ പണിതുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു ഗ്രാവിറ്റി മനസ്സിലാവൂ.